നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ ഇനി വാല്യുവേഷൻ്റെ ദിവസങ്ങളാണ്. അന്നേരം വാല്യുവേഷൻ എന്ന് തുടങ്ങുന്നു, എന്ന് അവസാനിക്കുന്നു, ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് അത്യാവശ്യം ലിബറൽ വാല്യുവേഷൻ കിട്ടും, എത്ര മാർക്ക് കിട്ടും, എന്ന് റിസൾട്ട് വരും, ഇതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഷെയർ ചെയ്തോളുക. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിലൂടെ ഇനി കൃത്യമായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം അത്രയും 100% ഉറപ്പുള്ള വാർത്തകൾ മാത്രമേ ഒരു അധ്യാപനം എന്നുള്ള രീതി നമ്മൾ ഇതിനകത്തുനിന്ന് പറയത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കേൾവി കേൾക്കുന്ന എന്തെങ്കിലും കേട്ടു എന്നൊരു വാർത്ത ഇടാം, അങ്ങനെ പറയത്തില്ല. എന്തായാലും ജൂലൈ 8, ഇന്നിപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ജൂലൈ 6 8-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇപ്പം വാല്യുവേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേരം ജൂലൈ 8 തുടങ്ങി 10-ാം തീയതി വാല്യുവേഷൻ തീരും. കാരണം എത്രയും പെട്ടെന്ന് റിസൾട്ട് വരിക എന്നുള്ളത് കുട്ടികൾക്കും വളരെ ആവശ്യമാണ്. കാരണം ഇത് കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ കുട്ടികൾ +2 സേ എഴുതിയ കുട്ടികൾ ജയിച്ചവർക്കെല്ലാം എന്ത് ചെയ്യാം, അടുത്ത കോഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരു കോഴ്സ് നഷ്ടമാകത്തില്ല. അടുത്ത കോഴ്സിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടുന്ന രീതിയിലാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. അതായത് 3 ദിവസം കൊണ്ട് വാല്യുവേഷൻ ചെയ്യും. പലരും ചോദിക്കുന്നൊരു കാര്യം, ഡബിൾ വാല്യുവേഷൻ ആണോ? ഇല്ല, ഒറ്റ വാല്യുവേഷനേ ഉള്ളൂ. വാല്യുവേഷൻ 2-3 ദിവസം കൊണ്ട് എല്ലാ അധ്യാപകരെ ഒരു കൈയടി കൊടുക്കേണ്ടതാണ്. അധ്യാപകർ അത്രയും കഷ്ടപ്പെടണം. അധ്യാപകർ അത്രയും കഷ്ടപ്പെട്ട് വാല്യുവേഷൻ കംപ്ലീറ്റ് ആക്കി നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് ഒരു റിസൾട്ട് വരുന്ന ഡേറ്റും ബാക്കിയുള്ള വാല്യുവേഷൻ ലിബറൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാല്യുവേഷൻ തുടങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. അന്നേരം അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരും. എന്തായാലും 8-ാം തീയതി വാല്യുവേഷൻ തുടങ്ങുന്നു. എല്ലാ കുഞ്ഞുങ്ങളും, കേരളത്തിലെ എല്ലാ കുട്ടികളും ജയിക്കട്ടെ, ഒരു അധ്യായം നല്ല ജയിക്കട്ടെ. അടുത്ത നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.